ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഇൻട്രോ എടുക്കാൻ വേറൊരാളും കൂടെ ഉണ്ട്. വേറെ ആരുമല്ല, എൻ്റെ നിലമോളുണ്ട്. നിലമോളല്ലേ ചിരിച്ചു നിന്ന്. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാ. എൻ്റെ നിലമോളുണ്ട് എന്ന് എൻ്റെ കൂടെ ഇൻട്രോ എടുക്കാൻ. അപ്പം വേറെ ഒന്നുമല്ല, ഞാൻ ഇപ്പം എൻ്റെ അമ്മൂമ്മയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. ഈ പുറകിൽ കാണുന്ന തോട്ടം എൻ്റെ അമ്മൂമ്മയുടെ പച്ചക്കറി തോട്ടം, പൂവ്, അങ്ങനെ പല സാധനങ്ങളുണ്ട്. അത് ഞാൻ പതിയെ കാണിക്കാം. അപ്പോൾ ഇപ്പം ഇന്ന് നമ്മുടെ ധനുമാസത്തിലെ തിരുവാതിര ദിവസമാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും ഈ പൂത്തിരുവാതിര. ഇപ്പം കല്യാണം കഴിച്ചവരുടെയൊക്കെ ഇപ്പം പൂത്തിരുവാതിര കാര്യങ്ങളൊക്കെ നടത്തുന്നത്, അതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ. അപ്പം ഇന്ന് ഇവിടെ പുഴുക്കുണ്ടാക്കുവാണ്. എൻ്റെ വല്യമ്മച്ചിയുണ്ട്, അമ്മായി, അമ്മുമ്മ, എല്ലാവരുടെയും സ്പെഷ്യലായിട്ട് നമ്മളിന്ന് പുഴുക്കുണ്ടാക്കാൻ പോകും അല്ലേ നിലമോളെ? എന്തും ഉണ്ടാക്കാൻ പോകുന്ന പുഴുക്ക്. അപ്പം എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഒന്നും എനിക്കറിയത്തില്ല. എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഒന്നും എനിക്കറിയത്തില്ല, അതൊക്കെ അവർ പറഞ്ഞു തരും. എന്തായാലും നമുക്ക് പുഴുക്കുണ്ടാക്കുന്നതാണ് അല്ലേ. എന്തുണ്ടാക്കാൻ പോവാ? ഇതിലേക്ക് വേണ്ട പുഴുക്ക്. എനിക്ക് പുഴുക്ക് ഇഷ്ടമാണോ? അപ്പം എല്ലാവർക്കും പറ നമുക്ക് പുഴുക്കുണ്ടാക്കിയിട്ട് വരാമെന്ന്. ഓക്കെ ഗീസ്, നമുക്ക് അങ്ങോട്ട് പോവാം. തിരുവാതിരയാണ്. ഞങ്ങൾ നല്ലൊരു തിരുവാതിര പുഴുക്ക് വെക്കാൻ പോവാ. ചേർക്കുന്നത് ഇതിനകത്ത് 8 കൂട്ടം സാധനങ്ങളാണ്. 8 അങ്ങാടി എന്നറിയപ്പെടും. കപ്പ, ചേമ്പ്, ചെറുകിഴങ്ങ്, കപ്പക്കിഴങ്ങ്, ഏത്തയ്ക്ക, കാച്ചില്, കൂർക്ക, വൻപയർ. 8 കൂട്ടമായാലും ഇത്രയും സാധനങ്ങൾ ചേർത്താണ് നമ്മൾ തിരുവാതിര പുഴുക്ക് ചെയ്യുന്നത്. ഞാൻ എല്ലാം കണ്ടിച്ചോണ്ടിരിക്കുക. ഏത്തക്ക ഇപ്പം കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇല്ല, എല്ലാം കൂടെ ഇട്ട് വേവിക്കും. തേങ്ങയൊക്കെ ചേർത്ത് അരപ്പ്, വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് നല്ല രുചിയാണ് പുഴുക്ക്. ഗൈസ്, അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് ടൗണിൽ അപ്പം ഇവരെന്തൊക്കെയോ ഉണ്ടാക്കി തീർത്തെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം ചെന്നിട്ട് വേണം. അതിനിടയ്ക്ക് ലസ്സിയും തേങ്ങയും എന്താണ് നമ്മുടെ കരിവേപ്പിലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്നും എനിക്ക് ടൗണിൽ പോകേണ്ട ആവശ്യം വന്നായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം അവരെവിടം വരെ ആയി എന്നൊരു ഐഡിയ ഇല്ല എനിക്കിപ്പോൾ. ഞാൻ വീഡിയോ എടുത്തില്ല, നമുക്കിപ്പോൾ നോക്കാം. ഗൈസ്, ഇവിടെ പുഴുക്കിന് പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ കാണിക്കാം. ഗൈസ്, വിളി വന്നിട്ടുണ്ട്. എനിക്കൊന്ന് അവിടെ പുഴുക്കിൻ്റെ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാൻ വിളി വന്നിട്ടുണ്ട്. പുഴുക്കുണ്ടാക്കാനുള്ള സാധനങ്ങൾ ഇവിടെയാണ് ചിരിപ്പിക്കുന്നത്. ഗൈസ്, പുഴുക്കുണ്ടാക്കാനുള്ള സാധനങ്ങൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഒന്നാമത്തത് വൻപയർ, കപ്പ, പിന്നെ ഇതെന്തുവാ പറഞ്ഞു? ചേമ്പ് പറഞ്ഞോ? ചേമ്പ്, കാച്ചില്, ചെറുകിഴങ്ങ്. അടുത്തതായിട്ട് കപ്പക്കിഴങ്ങ്, കൂർക്ക, ഏത്തയ്ക്ക. ഇപ്പം 8 അങ്ങാടി, അതായത് 8 കൂട്ടം സാധനങ്ങൾ റെഡി ആയിട്ടുണ്ട്. അതിനുള്ള അരപ്പ് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ചതച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനിയും പാത്രത്തിനകത്ത് അടുപ്പയിൽ ഉരുളി വെച്ച് ഉരുളി വെച്ച് പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടില്ല കേട്ടോ, സോറി ഗൈസ്. കോവയ്ക്ക സൈഡിൽ കൂടെ കോവയ്ക്കുണ്ട്. കോവയ്ക്ക മെഴുക്ക് വരട്ടി, അത് ചോറിനുള്ളതാ. ശകലം വെളിച്ചെണ്ണ ഒഴിക്കുക. ഓരോ സാധനങ്ങൾ എടുത്തങ്ങോട്ട് ഇടുക. ഇട്. ഇട്ടോ. വൻപയർ ഇട്ടു, കപ്പ ഇടാൻ പോണു. കപ്പ എല്ലാം കൂടെ നല്ല സൂപ്പർ ആയിട്ടാണ്. വൻപയറും കപ്പയും ഇട്ട് ഇളക്കുവാണേ. അടുത്തത് ചേമ്പ്, കാച്ചില്, ചെറുകിഴങ്ങ്. ഈ ചാനൽ തുറക്കാൻ വല്ല വഴിയുണ്ട്. അടുത്തത് ഏത്തക്കായ. അതിന്റെ കൂട്ടത്തില് വൻപയറും കപ്പയും ഇട്ട് ഇളക്കുവാണേ. കപ്പക്കിഴങ്ങ്, ചേമ്പ്, കാച്ചില്, ചെറുകിഴങ്ങ് നന്നായിട്ട് ഇളക്കുക. അടുത്തത് നിങ്ങളുടെ വീട്ടിൽ പുഴുക്കുണ്ടാക്കിയിട്ടുണ്ടെ കമന്റ് ചെയ്യണം. അരപ്പിടുകയാണ്. തേങ്ങ, ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് എല്ലാം കൂടെ ഒരുവിധം ചതച്ച് ഇതിന്റെ കൂടെ ചേർക്കുവാണ്.
ഇതിന്റെ കൂട്ടത്തില് വെളിച്ചെണ്ണ ഒഴിക്കുക. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കറിവേപ്പില നമ്മൾ ഇറക്കാൻ നേരം നന്നായിട്ട് അരപ്പ് മൂടി വെക്കണം. പറഞ്ഞോ ഇങ്ങനെയൊക്കെ വേണം. അരപ്പ് ദേ വാഴയില ഉണ്ടെങ്കിൽ വാഴയിലയൊക്കെ വെച്ച് മൂടിയാൽ നല്ലതാണ്. ഒരല്പം ഏത്തക്കായ ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടെ ഇട്ടു. അതെ, മെയിൻ ഷെഫ്, സബ് ഷെഫ്. മെയിൻ ഷെഫ് ഇതെല്ലാം കണ്ട് വായിക്കൂടെ കൊതിയൂറരുത് കേട്ടോ. ചേർക്കാവോ അത്രയും നല്ലതാണ്. ഇവിടെ ഇച്ചിരി അസുഖക്കാരൊക്കെ ഉള്ളത് കാരണം വെളിച്ചെണ്ണ കുറവാണ് ഞങ്ങൾ ചേർക്കുന്നത്. അമ്മൂമ്മ പറഞ്ഞല്ലേ എന്നൊരു സംശയം. മൂടി വെക്കുക, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മൂടി വെക്കുക. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കണം. കരിയാപ്പല ഇട്ട് പുഴുക്കെല്ലാം റെഡിയാക്കി വാങ്ങി വെച്ചിരിക്കുന്നു. ഗൈസ് വെളിച്ചെണ്ണ വന്നു കേട്ടോ. വെളിച്ചെണ്ണ മേടിച്ച്, അല്ലെങ്കിൽ പിന്നെ ടേസ്റ്റ് കുറവായിരിക്കും കേട്ടോ. വെളിച്ചെണ്ണയ്ക്ക് കളയാൻ വെളിച്ചെണ്ണ ഒഴിച്ചേ. അസുഖക്കാരുള്ളതാണ് കുറവേ ഒഴിക്കത്തുള്ളൂ. ഇങ്ങനെ കറിവേപ്പില ഒന്ന് ഞെരടി ഇട്ട് തണ്ട് വരെ ഞാൻ ഇട്ട് കേട്ടോ. പുഴുക്ക് റെഡിയായിട്ടുണ്ട്. അടിപൊളി പുഴുക്ക്. മൂടി വെക്കുക. ആരാ ഇതാ പുഴുക്ക് ദേ ആർച്ച ടേസ്റ്റ് ചെയ്യുവാണേ. ഇന്ന് നോക്കൂ, സൂപ്പറാണോ എന്ന് പറ. സൂപ്പർ ഗൈസ്, കണ്ടോ? അടിപൊളി. എന്നാ ശ്രീജ കൊഴുക്കട്ടോ. അമ്മേ അമ്മേ സൂപ്പർ. അവര് ഇതുപോലെ തിരുവാതിര പുഴുക്ക് വെച്ച് എല്ലാവരും കഴിക്കുക. ഗോതമ്പ് കഞ്ഞിയുമായിട്ട് സൂപ്പറാ. സോ ഗൈസ്, ഞാൻ അമ്മൂമ്മയുടെ വീട്ടിൽ നിന്ന് വേഗം എനിക്ക് എൻ്റെ വീട് വരെ വരേണ്ടി വന്ന ഒരു ഓർഡർ കൊടുക്കാനുണ്ടായിരുന്നു. നമ്മുടെ ഒരു കമ്മലിൻ്റെ ഓർഡർ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവരിപ്പോൾ വരുമെന്നാണ് പറഞ്ഞതുകൊണ്ട് വേഗം വരേണ്ടി വന്നു. അത് നമ്മൾ വൈകിട്ട് അമ്മയും കൊണ്ട് അമ്മ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം അങ്ങോട്ട് പോകും. അപ്പം എല്ലാവർക്കും പുഴുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, തിരുവാതിര ദിനത്തിലെ പുഴുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ചെയ്യണം. സോ ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പം ബൈ.